6ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ലതാ സുജി വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പുഴകൾ സാഹിത്യ സൃഷ്ടിക്ക് ഒരു ആധാരമായിരിക്കുന്ന, അതായത് സാഹിത്യകാരന്മാരുടെ മിക്കവാറും ഉള്ള കഥകളുടെ എല്ലാം പശ്ചാത്തലം പുഴകളും കടലുകളും കടൽത്തിരകളും ഒക്കെയാണെന്ന് പറഞ്ഞ് നിർത്തുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പുഴ കരകളെ അടുപ്പിക്കുന്നു, പുഴ മനുഷ്യരെ സമൂഹ ജീവികളാക്കി മാറ്റുന്നു, പുഴകൾ വറ്റിയാൽ മനുഷ്യജീവിതം വറ്റുന്നു, മനുഷ്യവംശത്തിൽ നിന്ന് സംസ്കാരം ഊർന്നു പോകുന്നു. അപ്പം മനുഷ്യജീവിതത്തിൻ്റെ സംസ്കാരങ്ങളെ ഒരു പരിധി വരെ ഉയർത്തിയത്, അല്ലെങ്കിൽ അതിനെ ഇത്ര നാളും വളർത്തിയതൊക്കെ പുഴയായിരുന്നു. പുഴകൾ പറഞ്ഞില്ലേ, ആദിമ മനുഷ്യൻ തന്നെ പുഴയുടെ തീരത്ത് താമസമാക്കിയതും അതുപോലെ അവരുടെ സംസ്കാരങ്ങളുടെ വളർച്ചയൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പുഴകളൊരു നല്ല ഭാഗം മനുഷ്യജീവിതത്തെ പിന്താങ്ങിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഭാഗമാക്കിയിട്ടുണ്ടെന്നോ ഒക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ പാഠത്തിലുള്ളത് കുറച്ച് പഠന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഇവിടെ വായിക്കാൻ പറയാം എന്നുള്ളത്, കുട്ടിക്കാലത്ത് ലേഖകൻ കല്ലായിപ്പുഴയുടെ കരയിൽ കണ്ട കാഴ്ചകൾ നമ്മളതെല്ലാം എഴുതിയിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസറൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ലേഖകൻ കല്ലായിപ്പുഴയുടെ തീരത്ത് കണ്ട കാഴ്ചകൾ, നീർച്ചമ്മലിലേക്ക് തടി കൊണ്ടുപോകുന്ന രംഗം, പിന്നെ ഇളം മനസ്സുകൾ പുഴയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിലുണ്ടല്ലോ, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എത്ര ആഴമുണ്ട്, അതൊക്കെ. പുഴ എന്നും സാഹിത്യകാരന് പ്രചോദനമായതിൻ്റെ കാരണം. ഈ 4 ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇവിടെ തന്നിരിക്കുന്നത് സങ്കല്പിക്കാൻ എഴുതാമെന്നാണ്. ഒരു ചിത്രം അവിടെ ഒരാൾ, ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു, പുസ്തകമൊക്കെ ആയിട്ട് ഒരു മരത്തണലിൽ പുഴയുടെ ഒരു അരുവിയോ പുഴയോ എന്തോ ആവട്ടെ, അതിൻ്റെ തീരത്തിരിക്കുന്നു. പിന്നെ എൻ്റെ പ്രായമുള്ള കുട്ടികൾ കഠിനമായ ജീവിത സമരത്തിൻ്റെ ഇരകളായി തീരുന്നു. അവർക്ക് അക്ഷരം വേണ്ട, വേണ്ടത് ഭക്ഷണം. അതിനുള്ള വക മരത്തടികൾ സമ്മാനിക്കുന്നു. നമ്മൾ കല്ലായിപ്പുഴയുടെ തീരത്തെ ആ ഒരു അവസ്ഥയാണ് നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പം കുട്ടികൾ പോലും, അതുപോലെ തന്നെ ബാല്യം മാറാത്ത യൗവനത്തിലേക്ക് അങ്ങോട്ട് തുടക്കം കയറിയവർ പോലും ഈ കല്ലായിപ്പുഴയിലെ ഈ തടിയാറത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ കളക്ട് ചെയ്ത് അവർ ജീവിതമാർഗം കണ്ടെത്തുന്നതായിട്ടൊക്കെ നമ്മൾ പാഠപുസ്തകത്തിൽ വായിച്ചായിരുന്നു. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയും ചിത്രവും വായിച്ചല്ലോ. ചിത്രത്തിൽ കാണുന്ന കുട്ടികളിൽ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിച്ചത് എന്തായിരിക്കാം? സങ്കല്പിച്ചെഴുതുക. കരയിലിരിക്കുന്ന കുട്ടി മറ്റേ കുട്ടിയെക്കുറിച്ച് എന്ത് ചിന്തിച്ചു? ഈ കുട്ടി, അതായത് ആ വെള്ളത്തിനുള്ളിലുള്ള ആ ഒരു പലക കൊണ്ട് തീർത്ത ഒരു നിൽക്കാനുള്ള സൗകര്യമുള്ള അവിടെ നിന്നുകൊണ്ട് ആ കുട്ടി കരയിലിരുന്ന് പുസ്തകവുമായി മല്ലിടുന്ന കുട്ടിയെക്കുറിച്ച് എന്ത് ചിന്തിച്ചു? അപ്പം ഇത് പഠിക്കുന്ന കുട്ടിയും മറ്റേത് ജോലി ചെയ്യുന്ന സമപ്രായക്കാരാണ്. മറ്റേത് കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാൻ കഷ്ടപ്പെടുന്ന കുട്ടിയും ആയിരിക്കാം. ഇവർ തമ്മിൽ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും? ഇതാണ് ഇവിടുത്തെ ചോദ്യം. അത് നിങ്ങൾക്ക് ചർച്ചയിലൂടെയോ സ്വന്തമായി തയ്യാറാക്കുകയോ, അതല്ലെങ്കിൽ എങ്ങനെ ഗ്രൂപ്പിൽ നിങ്ങൾ ചെയ്യുകയാണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ശ്രമിച്ചാൽ സങ്കല്പിച്ചെഴുതുകയാണ്. കുട്ടി പറയണമെന്നൊന്നുമില്ല, അവരെന്തായിരിക്കാം പറഞ്ഞിട്ടുള്ളത്, സംഭാഷണങ്ങളോ ഇങ്ങനെയുള്ള സങ്കല്പിച്ചെഴുത്ത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അത് ഒന്ന് നന്നായിട്ട് എഴുതാൻ സാധിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അതിലടുത്ത് വിശകലനം ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒഴുക്കുവെള്ളം മാറ്റമില്ലാത്ത മാറ്റമാണ്, അല്ലേ? ഒഴുക്കുവെള്ളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്? അതായത് എന്താ വെള്ളത്തിൻ്റെ പ്രത്യേകത? ഒഴുക്കുവെള്ളം ഒരേ ദിശയിൽ തന്നെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അത് തുടക്കം എവിടെ നിന്നാണോ അതിൻ്റെ എതിരായിട്ട് തന്നെ, അതുപോലെ തന്നെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ആ ഒഴുക്ക്. എന്നാൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഒഴുകി നാളെ ഇങ്ങോട്ട് ഒഴുകാം എന്നൊരു മാറ്റമില്ലാതെ അന്നും ഇന്നും എന്നും ഒരേ കണക്ക് ഒഴുകുന്നു. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളെ ഇത് വഹിച്ചുകൊണ്ട് പോകുന്നു ഒഴുക്കുവെള്ളത്തിൽ, അല്ലേ? പിന്നെ ഒരു ചൊല്ലുണ്ട്, ഒഴുക്കുവെള്ളത്തിൽ അഴുക്കില്ല. എന്നറിയോ? എന്തോ മാലിന്യങ്ങളുണ്ടെങ്കിലും അത് ഒഴുകി അങ്ങ് പോവുകയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മാലിന്യങ്ങളുള്ളത്. പിന്നെന്താണ് ഒഴുക്കുവെള്ളത്തിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. അതുകൂടാതെ താഴെ കൊടുത്തിരിക്കുന്ന വാക്യം കൂടി ചർച്ചയിൽ ഉൾപ്പെടുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുട്ടി പുഴയോട് ചോദിക്കുന്നു, നിനക്ക് വിശ്രമമില്ലേ? പുഴ പറഞ്ഞു, ഈ ഒഴുകുന്നത് തന്നെയാണ് എൻ്റെ വിശ്രമം. അതിന് പുഴയ്ക്ക് തനതായ ഒരു രീതിയുണ്ട്. എന്നാൽ ഇച്ചിരി വിശ്രമിച്ച് കളയാം എന്ന് വിചാരിച്ച് തീരത്തേക്ക് കയറി അവിടെ കിടക്കുകയൊന്നുമല്ല. അതല്ല പുഴയുടെ തനതായ രീതി. ഓരോരുത്തർക്കും അവരുടേതായ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പുഴ പടിഞ്ഞാറേക്ക് ഒഴുകുന്നു, കിഴക്കോട്ടൊഴുകുന്ന നദികളും ഉണ്ട്, ഇല്ലെന്നല്ല.
3 നദികളുണ്ട് കിഴക്കോട്ടൊഴുകുന്നത്. പക്ഷേ ആ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെയും ദിശ അത് തന്നെയാണ്. അതിന് മാറ്റമില്ല. കിഴക്കോട്ട് തന്നെ ഒഴുകുന്നു. പടിഞ്ഞാറേക്ക് പോകുന്ന നദികൾ പടിഞ്ഞാറേക്ക് തന്നെ ഒഴുകുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതെൻ്റെ ജോലിയാണ്, അല്ലേ? ഇത് തന്നെയാണ് എൻ്റെ വിശ്രമവും. ഇങ്ങനെ പെരുവെള്ളം വരുമ്പോൾ ഞാൻ അലറി വിളിച്ച് ഒഴുകി തീരങ്ങളെ നശിപ്പിച്ച് ഒഴുകുന്നു. അതുപോലെ ഇതൊന്നും ഇല്ലാത്തപ്പോൾ ശാന്തയായി ഒഴുകുന്നു. ഇങ്ങനെയാണ് എൻ്റെ വിശ്രമം, ഇതാണ് എൻ്റെ അതായത് ഓരോരുത്തർക്കും ഓരോ രീതി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർക്കതെ, ജീവജാലങ്ങൾക്കതെ, പ്രകൃതിയുടെ മറ്റു പല അതിശയങ്ങൾക്കും എല്ലാം അതെ, അത് അതുപോലെ തന്നെയാണ്. കൂട്ടുകാരെ, ഈ വീഡിയോയുടെ ഒരല്പം ബാക്കിയുണ്ട്. അതിപ്പോൾ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.